ഹലോ കൂട്ടുകാരെ, ഒരു പുതിയൊരു വീഡിയോയ്ക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. അപ്പോൾ അതേ വള്ളത്തിൽ ഒരു അടിപൊളി കാഴ്ചയായിട്ടാണ് വന്നിരിക്കുന്നത്. നമ്മൾ അഴീക്കോട് നിന്ന് വള്ളത്തിൽ വീഡിയോ എടുക്കാൻ വന്നിരിക്കുന്നത്. അപ്പോൾ മീൻ നോക്കി പോകണ്ട, ചാളം നോക്കി പോവാണ്. അപ്പോൾ വള്ളത്തിൽ എല്ലാ കാഴ്ച ഉൾക്കൊള്ളിച്ചിട്ടാണ് ഈ വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിരിക്കുന്നത്. അങ്ങനെ കാലത്ത് തന്നെ വള്ളത്തിൽ കഞ്ഞിവെപ്പുണ്ട്. കഞ്ഞി വെക്കൂട്ടോ, നമ്മൾ വീട്ടിലെ കഞ്ഞി വെക്കൂലേ. അപ്പോൾ 10, 40, 50 പേരോളം ഈ വള്ളത്തിലുണ്ട്. അപ്പോൾ അവർക്കുള്ള ചോറുണ്ടാക്കാൻ പോകുന്നു. അപ്പോൾ അതേ അരിയൊക്കെ കഴിക്കാൻ ചേട്ടൻ്റെ കാലത്ത് തന്നെ കഞ്ഞി വെക്കാൻ പോകണ്ട. കഞ്ഞിയല്ല, ഇതേ അരി കഴുകിയിട്ടിട്ടുണ്ട്. കഞ്ഞി കുടിക്കണം, കഞ്ഞി കുടിക്കുക, ചോറിനൊക്കെ ചോറിനാട്ടാ. അപ്പോൾ ഇതാണ് എക്കോ സൗണ്ട്, മീനൊക്കെ കാണുന്ന സ്ക്രീനാട്ടെ, GPS. അങ്ങനെ അതേ വള്ളം വിട്ട് ഒരുപാട് നേരമായിട്ടുണ്ട്. അപ്പോൾ അതേ എല്ലാവരും പുലർച്ചെ എനിക്ക് കാരണം മീൻ കാണുന്ന നേരം കുറച്ച് നേരമൊക്കെ വലപ്പുറത്തൊക്കെ കിടന്ന് ഉറങ്ങൂട്ടാ. അങ്ങനെ നമ്മളെ വള്ളം അതേ മീൻ നോക്കി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കേണ്ട. അപ്പോൾ ഒരു അടിപൊളി കാഴ്ചയാണ്. വീഡിയോ ആണ് കൂട്ടന്മാർ. വീഡിയോക്ക് ഒരു ലൈക്ക്, പിന്നെ ആദ്യമായിട്ടാണ് കൂട്ടന്മാരൊക്കെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തോട്ടാ. അപ്പോൾ ഒരു അടിപൊളി കാഴ്ചയാണ് വള്ളത്തിലെ 10, 40, 45, 50 പേരോടൊക്കെ പോണ വള്ളമാണ്. ലൈലൻഡ് വള്ളം എന്നൊക്കെ പറയും കേട്ടാ. അങ്ങനെ ആര്യക്കാരൻ മീനൊക്കെ നോക്കുന്നുണ്ട്. നമ്മൾ മീൻ കണ്ടറില്ല. അപ്പോൾ അതെങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അടിപൊളി കാഴ്ച, അടിപൊളി വള്ളത്തിലെ കറി വെക്കണ കാഴ്ച എല്ലാം ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. അപ്പോൾ ചേട്ടന്മാരൊക്കെ ഇങ്ങനെ എനിക്ക് നിന്ന് കുറേ പേര് നോക്കുന്നുണ്ട്. മീൻ കണ്ടാലോ നമുക്ക് വല അടിക്കാൻ പറ്റുള്ളൂ, ഇല്ലെങ്കിൽ അതേ ഈ ചോറും തീറ്റയും ഉറക്കവും മാത്രമൊക്കെ ഉള്ളൂ കേട്ടോ. കണ്ടില്ലേ? അപ്പോൾ നമ്മൾ വള്ളം അത്യാവശ്യം ഇങ്ങനെ തള്ളി വെച്ച് ബാക്കിലുണ്ടാവും. വള്ളത്തിലെ പടിയത്തിലെ വെള്ളം തെളിച്ച് നീ കാണുന്ന. അങ്ങനെ അതേ കുറേ അങ്ങോട്ട് ഓടിയപ്പോൾ ചോറും കാലിനൊക്കെ ആയിട്ടുണ്ട്. നമുക്ക് കറി വെക്കാൻ മീൻ വേണമല്ലോ. നമ്മൾ വല അടിച്ചിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് ഇതേ ഒരു ബോട്ട് അവിടെ വല വലിച്ചിട്ട് മീൻ എടുക്കുന്നുണ്ട്. അങ്ങനെ അവരെ നിന്ന് നമ്മൾ കറി വെക്കാനായിട്ട് മീൻ മേടിക്കണ്ട. ഇതൊക്കെ ഫ്രീ ആയിട്ടുണ്ട്. കടലിലാവുമ്പോൾ അങ്ങോട്ട് ഇടയ്ക്ക് നമ്മൾ കൊടുക്കും. അവരില്ലെങ്കിൽ നമ്മൾ കൊടുക്കും. നമ്മളെ മീൻ ഇടുന്നത് കറി വെക്കാൻ നമ്മൾ മീൻ മേടിച്ചിട്ടുണ്ട്. അപ്പം അടിപൊളി കറി വെപ്പൊക്കെ കാണാം. കേട്ടില്ലേ? ചാളേണ്ടാ, ചാള നോക്കിയാണ് നമ്മൾ വന്നിരിക്കണം. അപ്പോൾ ഈ ഗ്രൗണ്ടിൽ ചാളയുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഒരു വലയുടെയൊക്കെ പ്രതീക്ഷിക്കട്ടെ മനുഷ്യന്മാരെ. പക്ഷേ ഇതൊരു കുഞ്ഞിച്ചാളയുണ്ട. എന്താണെന്നറിയില്ല, ഈ ചാള വലുതാവണില്ല. നമ്മളെ വലിയ ചാളയുണ്ടല്ലോ അതേമാതിരി ആവണില്ല. വന്ന കാലം തുടങ്ങി ഈ സീസണ് വന്നിട്ട് ഇതേമാതിരി തന്നെയാണ്. ഇത് കുറേ ടൈം എടുക്കും ഇത് നന്നാക്കി തീരാനായിട്ട്. അപ്പോൾ ആ ചേട്ടനവിടെ സവാള തക്കാളിയൊക്കെ ഇട്ടിട്ടുണ്ട്. നമുക്കതും പോയി കാണാം. അങ്ങനെ അതെ സവാള തക്കാളിയൊക്കെ കുനുകുനാന്ന് പറഞ്ഞ അരിയുണ്ട്. കണ്ടില്ലേ? അപ്പോൾ അതേ ഇഷ്ടംമാതിരി സവാള, അതേമാതിരി അതിനുള്ള പച്ചമുളക്. വള്ളത്തിലൊക്കെ അരിന്ന് വെച്ചാൽ ഒരു രക്ഷയില്ലട്ടാ. കുറേ നാളായി വള്ളത്തിലൊക്കെ കറിയും കൂട്ടിയൊക്കെ ചോറുന്നു. സത്യം പറഞ്ഞാൽ വള്ളത്തിലൊക്കെ കറിയും ചോറും തിന്നണം, പിന്നെ നല്ലൊരു വീഡിയോ എടുക്കണം. അതിനാണ് ടൈം വന്നത്. അങ്ങനെ ചേട്ടൻ കറി മാത്രം കേട്ടോ, വറക്കാനായിട്ടുള്ളത് അതിനുള്ള മസാലയും കാലനൊക്കെ റെഡിയാക്കുന്നുണ്ട്. അങ്ങനെ അതേ മസാലയും കാലനൊക്കെ റെഡി ആയിട്ടുണ്ട്. അപ്പം നമുക്കിത് അതിൻ്റെ അകത്ത് നന്നാക്കി വെച്ച ചാള എടുത്തിട്ടൊന്ന് മിക്സ് ചെയ്യാം കേട്ടോ. അപ്പോൾ കറക്റ്റ് എണ്ണിയാണ് എടുത്തിരിക്കണത്. എന്നുവെച്ചാൽ 3 പീസ് വെച്ചിട്ടുണ്ട് ഓരോരുത്തർക്ക്. ഇപ്പോൾ 10, 45 ഒരു വള്ളത്തിലുണ്ട്. അപ്പോൾ ഇതൊക്കെ വറുത്ത മീനും നല്ല അടിപൊളി വള്ളത്തിലെ കറി അത്യാവശ്യം നല്ല എരിവും കാലനൊക്കെ ഉണ്ടാവും കേട്ടോ. അപ്പോൾ അതേ അറിയാത്ത ചേട്ടന്മാരോട് കൂടിയാണ്. കഴിച്ചവരൊക്കെ ഉണ്ടാവും, പക്ഷേ നിങ്ങൾക്ക് കൊതിയൊക്കെ ഉണ്ടാവും. വള്ളത്തിലെ കറിയും കുട്ടിയൊക്കെ ചോറിന് വേറെ ലെവലാണ്. നമ്മൾ വീട്ടിൽ എങ്ങനെ വെച്ചാൽ ആ ഒരു ടേസ്റ്റ് കിട്ടൂല, എന്താണെന്നറിയില്ല. അന്ന് അത്യാവശ്യം വെളിച്ചെണ്ണയും മുളകും എല്ലാം കൂട്ടിയിട്ട് ഇപ്പോൾ ചെയ്യാൻ പോകുന്ന ചെല്ലുമ്പോൾ ചാള വറുത്തെടുക്കാൻ പോകണ്ട. ചാള വറുത്തിട്ടാണ് ഇനി കറിയൊക്കെ വെക്കണം. അപ്പോൾ ആദ്യം ചാള വറുത്തെടുക്കാൻ പോകണം. നമുക്ക് ഒരു കാഴ്ച കാണാം. ഓക്കേ. അങ്ങനെ മീനൊക്കെ വറുത്തതിന് ശേഷം ജയമഞ്ഞ് വള്ളത്തിൽ കറി വെക്കാൻ പോണ്. മീനൊക്കെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇനി കറി വെക്കാം അടുത്തത്. അപ്പോൾ കറി വെക്കണ ഒരു അടിപൊളി കാഴ്ചയൊക്കെ ഉണ്ടാ. അങ്ങനെ അതേ സവാളൊക്കെ ഇട്ടിട്ടുണ്ട്. ആ മീൻ വറുത്ത
പാത്രത്തിൽ തന്നെയാണ് സവാള വാട്ടണത്. അതുകൊണ്ടാണ് ആ ഒരു കളറ്, സവാള വാടി വരുമ്പോഴാണ് ഇതേമാതിരി കളർ ഉണ്ടാവണത്. അപ്പോൾ ആ ഒരു കാര്യമാണ് കേട്ടോ. അപ്പോൾ വീഡിയോ ആണ് കൂട്ടന്മാർ, വീഡിയോ ഫുള്ളായിട്ട് കാണാം. പിന്നെ വീഡിയോക്ക് ലൈക്ക് ചെയ്തില്ലെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്ത് കാണാം കേട്ടോ. അങ്ങനെ സവാള പാടിയതിന് ശേഷം നമ്മൾ അരിഞ്ഞ് വെച്ച് ഇഞ്ചി, പച്ചമുളക്, വേപ്പിലൊക്കെ തട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇവനക്കൂടെ കിട്ടൊന്ന് ചൂരിന് വരട്ടി അങ്ങോട്ട് എടുക്കണം കേട്ടോ. വെള്ളത്തിലൊക്കെ അരിഞ്ഞ് വെച്ചാൽ അത്യാവശ്യം നല്ല പറയില്ലേ, നല്ല എരിവുണ്ടാവും, കുറച്ച് വെളിച്ചെണ്ണയും, അടിപൊളി ടേസ്റ്റ് ആയിരിക്കും, രക്ഷയില്ല കേട്ടോ. തക്കാളിയിലേക്ക് പോകും. അങ്ങനെ വെച്ചാൽ അവിടെ കറി വെക്കുമ്പോൾ നമ്മളെ വെള്ളം മീൻ നോക്കി ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കണ്ട. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ആ ഒരു കാര്യം പറയാൻ മറന്ന്, വെള്ളം സ്ലോ ചെയ്തിട്ടില്ല. വെള്ളം മീനെ നോക്കി ഇങ്ങനെ ഗ്രൗണ്ടിൽ കൂടെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കണ്ട. അപ്പോൾ മീൻ കണ്ടാൽ നമ്മൾ അപ്പോൾ വലയടിക്കണമായിരിക്കും കേട്ടോ. അപ്പോൾ അതേ അവിടെ കറി റെഡി ആവുന്നുണ്ട്. അങ്ങനെ കറിയൊക്കെ തിളച്ചതിന് ശേഷം നമ്മളത് വെട്ടി വെച്ച ചാളക്കുട്ടന്മാരെടുത്ത് കറിയിലിടാൻ പോകണ്ട. അപ്പോൾ ഇനി ചോറിറ്റൊക്കെ ആയിട്ട് നമുക്ക് വലയടിയും കാലിലൊക്കെ ഉണ്ട്, ഒരു മീൻ പിടുത്തം കാലിലൊക്കെ ഉണ്ട്. അങ്ങനെ ചാള അങ്ങോട്ട് ഇട്ട് കൊടുത്താൽ മതി, കുറച്ച് നേരം അങ്ങോട്ട് വേവിച്ചാൽ മതി കേട്ടോ. തിളച്ചക്കണ കൂട്ടത്തിൽ വെള്ളത്തിൽ നിന്ന് വെച്ചാൽ ചാള ജോനി വേവിച്ചങ്ങോട്ട് ഉടക്കൊന്നും ഇല്ല, അതുകൊണ്ടില്ലേ ഇട്ട് വരുമ്പോൾ തന്നെ അങ്ങോട്ട് അങ്ങോട്ട് വരും. ആ ഇട്ട് കുറച്ച് നേരം കഴിയുമ്പോൾ ഒരു മണൊക്കെ ഉണ്ട്, എൻ്റെ പൊന്നേ. അപ്പം തന്നെ ഉറങ്ങിക്കിടന്നവരൊക്കെ ചാടി എണീക്കും, എല്ലാത്തൊരു രക്ഷയില്ല, പറഞ്ഞാൽ മതിയാവില്ല. അങ്ങനെ നമ്മളെ മീൻകുട്ടന്മാരൊക്കെ കറിയിലിട്ടിട്ടുണ്ട്. അപ്പം ഇനി കുറച്ച് നേരം കിടന്ന് വേവട്ടെ കേട്ടാ. അങ്ങനെ മറ്റുള്ള കാഴ്ച എന്നൊക്കെ പറഞ്ഞ് ഇതേമാതിരിയൊക്കെ തന്നെയാണ് എല്ലാ വള്ളത്തിലും കേട്ടോ. അങ്ങനത്തെ ആയിരിക്കണ ചേട്ടന്മാരുണ്ടല്ലോ, ആര്യക്കാരെന്ന് അറിയും. എല്ലാവർക്കും റെസ്റ്റ് ഉണ്ടെങ്കിലും ഇവർക്ക് മാത്രം റെസ്റ്റ് ഉണ്ടാവില്ല കേട്ടോ. ഇവർ മീൻ വാച്ച് ചെയ്യണം, മീൻ നോക്കണം, മീൻ കിട്ടിയാൽ നമ്മളെ കാര്യങ്ങൾ നടക്കുള്ളൂ. അങ്ങനെ നമ്മളെ കറിയും കാലിനൊക്കെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. നമ്മൾ വീട്ടിൽ ചോറ് ചിലപ്പോൾ 1 മണി 12:30 അല്ലെങ്കിൽ 2 മണിയൊക്കെ ആവില്ല. വെള്ളത്തിൽ അങ്ങനെയല്ല, ചോറ് എപ്പോൾ അപ്പം തന്നെ ചോറൊക്കെ തിന്നിരിക്കും കേട്ടോ. എന്ന് പറഞ്ഞാൽ മീൻ കാണുന്ന ടൈം നമുക്ക് പറയാൻ പറ്റില്ല ഏത് സമയത്ത് കാണുന്നത്. അപ്പോൾ മീൻ കാണുന്നതിന് മുന്നേ എല്ലാവരും ചോറൊക്കെ തിന്ന് റെഡി ആയിട്ട് ഇരിക്കും കേട്ടോ. അങ്ങനെ എല്ലാവരും ചോറും കാലിലൊക്കെ തിന്നാണ്. ഓരോ പ്ലേറ്റും കാലുണ്ട്, നമുക്ക് അവിടെ നിന്ന് കഴുകി എടുത്തിട്ട് ഒരാൾ ചോറ് വിളമ്പി തരാനുണ്ടാവും. ചിലപ്പോൾ ചോറ് എടുക്കുക, ഒരാൾ കറി വിളമ്പി തരാനുണ്ടാവും. മീൻ വറുത്ത് എന്ന് പറഞ്ഞാൽ വിളമ്പിക്ക് കൊടുക്കുള്ളൂ കേട്ടോ. അതാണ് ഓരോരുത്തരുടെ ഇഷ്ടത്തിന് എടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ തികയൂലേ. അപ്പോൾ ഒരു 3 എണ്ണം വെച്ചാണ് എല്ലാവർക്കും മീൻ വറുത്ത് കൊടുക്കണത്. അപ്പോൾ ഇന്ന് സ്പെഷ്യലാണ് കേട്ടോ മീൻ വറുത്തത്. അങ്ങനെ ഞാനും മേടിച്ച് മീൻ വറുത്തതും നല്ല അടിപൊളി വെള്ളത്തിലെ കറി, ഒരു രക്ഷയില്ല കേട്ടോ. എനിക്കൊന്നും പറയാനൊന്നും ഇല്ല, ഈ വെള്ളത്തിലെ കറി വേറെ ടേസ്റ്റ് തന്നെയാണ് കേട്ടോ. അങ്ങനത്തെ വെള്ളത്തിലെ ചോറൊക്കെ ഇരുന്ന് ആ സൈഡിൽ മീൻ കണ്ടെന്ന് പറയുന്നുണ്ട്. അപ്പോൾ വേഗം ചോറ് തിന്നാം, പിന്നെ വരടിക്കാൻ നിന്ന് പിന്നെ ചോറിയിട്ട് നമ്മളെ ലേറ്റ് ആവും കേട്ടോ. നല്ല വിശപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്, നല്ല സ്മെല്ലൊക്കെ ഇട്ട് കുറച്ച് നേരമായി കൊതിയൊക്കെ വരുന്നല്ല, അതേമാതിരി ആയിരുന്നു കേട്ടോ. അങ്ങനെ ചോറിട്ടൊക്കെ കഴിഞ്ഞതിന് ശേഷം മീൻ കാണുന്ന പറഞ്ഞപ്പോൾ എല്ലാവരും ചാടി എന്നിട്ട് ഇനി വല അടിക്കാനുള്ള സെറ്റപ്പിലാണ് കണ്ടില്ലേ. ചേട്ടന്മാരൊക്കെ വലപ്പുറത്ത് നിന്നൊക്കെ മാറിയിട്ടുണ്ട്. അപ്പോൾ അപ്പോഴും ചാടാൻ നിൽക്കണത്. അപ്പോൾ ഈ പാപ്പൻ കമ്പ തട്ടും, ഇതൊക്കെ ഇങ്ങനെ ഓരോ വീഡിയോയിൽ കണ്ടിട്ടുണ്ടാവും. അങ്ങനെ ഉണ്ടാവും. ആര്യക്കാരൻ്റെ കയ്യിൽ നോക്കി നിൽക്കൂട്ടോ. അപ്പോൾ അവിടെ നിന്ന് ആര്യക്കാരൻ ആര്യ പറയുമ്പോൾ ആ 2 റോപ്പും ചാട്ടക്കാരന് ആ വലയായിട്ട് ചാടണമായിരിക്കും കേട്ടോ. അപ്പോൾ ഇവിടെ നിന്ന് വെച്ചാൽ ഈ വല അടിക്കണ കാഴ്ച വെച്ചാൽ ഓരോരുത്തരുടെ പണിയെടുക്കുന്ന സ്ഥലമുണ്ട്, അത് വെച്ചാൽ ശ്രദ്ധിച്ചിരിക്കണം, അല്ലെങ്കിൽ അപകടങ്ങളൊക്കെ ഉണ്ടാവും കേട്ടോ. കുറച്ച് ഡേഞ്ചറാണ്. വലയൊക്കെ തട്ടുമ്പോൾ പെട്ടെന്ന് നമ്മളെ കാല കുടുങ്ങി കഴിഞ്ഞാൽ വല പെട്ടെന്ന് വെച്ചാൽ നല്ല സ്പീഡിലായിരിക്കും വല അടിക്കണം. വല ഇങ്ങനെ ഇറങ്ങിപ്പോവും വെള്ളത്തിൽ നിന്ന്. അപ്പോൾ നമ്മളെ കാലൊക്കെ അതിൻ്റെ ഇടയിൽപ്പെട്ടാൽ നമ്മളും കൂടി ഇറങ്ങിപ്പോവും കേട്ടോ. അങ്ങനെ വല അടിച്ചിട്ടുണ്ട്. ഞാൻ കണ്ട മീനെ റൗണ്ട് ചെയ്താണ്ട് കൊണ്ടുവരും കേട്ടോ. അപ്പോൾ നമുക്ക് ആ ഒരു കാഴ്ച കാണാം. ഓക്കെ.
അങ്ങനെ അതേ വലയൊക്കെ അടിച്ച് ആളി ചാടാണ്ട് ആളി ചാടുന്ന വെച്ചാൽ ഈ വഴി മീൻ പോകാൻ ഭയങ്കര ചാൻസ് ഉണ്ട്. അപ്പോൾ ഇവിടെ ആളിങ്ങനെ ചാടി ചാടി നിൽക്കണ കാരണം കണ്ടില്ലേ മീൻ അങ്ങോട്ട് വലയുടെ ഉള്ളിലേക്ക് നിൽക്കും. അപ്പോൾ ഇത് വെയിറ്റ് ആണ് വെച്ചാൽ കമ്പ കയറുന്ന വെച്ചാൽ വലയുടെ വെയിറ്റ് വശമാണ്. അപ്പോൾ ഇത് വീഞ്ചിൻ്റെ സഹായത്തോടെ കയറണേ കേട്ടോ. അങ്ങനെ നമ്മുടെ വെയിറ്റും കാലങ്ങളൊക്കെ കയറിയിട്ടുണ്ട്. വള്ളത്തിലെ വീഞ്ചിൻ്റെ സഹായത്തോടെ വെയിറ്റും കാലങ്ങളൊക്കെ നമുക്ക് കയറി കിട്ടും. ഇനി വല വലിച്ച് കയറ്റണം. വല വലിക്കണമെങ്കിൽ നമ്മളെ കൈ പവർ തന്നെ വേണം, ഹാൻഡ് പവർ തന്നെ വേണം. അങ്ങനെ വലയൊക്കെ വലിച്ച് ചുരുക്കിയതിന് ശേഷം നമ്മളെ മീൻ എന്തോരൊക്കെ ഉണ്ടെന്ന് അറിയാം നമുക്ക്. അങ്ങനെ വലയൊക്കെ വലിച്ച് വലയൊക്കെ ചുരുങ്ങിയിട്ടുണ്ട്. ചില വലയുടെ റൗണ്ടൊക്കെ ചുരുങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് മീൻ എടുക്കണം. കണ്ടില്ലേ വലയെ കിടന്ന് ചാടി മറയണ്ട അയാക്കന്മാർ പുറത്തു പോകാനുള്ള പുറപ്പാടാണ്. പക്ഷേ രക്ഷയില്ല. ഇനി നമ്മളെ വള്ളത്തിൽ കള്ളിയിൽ കിടന്ന് പിടയ്ക്കാനുള്ളൊരു ഇതുള്ളവർക്ക്. പക്ഷേ ഇവരുള്ളതുകൊണ്ടാണ് ഞങ്ങളെ കടലിൻ്റെ മക്കളൊക്കെ ജീവിച്ച് പോകണത്. കണ്ടില്ലേ ഈ ഒരു മീൻ ആശ്രയിച്ച് എത്ര കുടുംബങ്ങളാണെന്നറിയും നമുക്ക് അറിയാണ്ടാണ്. ചാളനെ കടലിൻ്റെ മക്കൾ വേറൊരു പേരിൽ അറിയപ്പെടും എന്നുവെച്ചാൽ മക്കളെ പോറ്റി. ഇന്ന് മിക്കവരും പറയാൻ വെച്ചാൽ ഇതുണ്ടെങ്കിലോ ഈ മത്സ്യത്തൊഴിലാളികൾക്ക് ജീവിക്കാൻ പറ്റുള്ളൂ. ഈ വേനപ്പകൽ ഏറ്റവും കൂടുതൽ ആശ്രയിക്കണം മീനും കൂടിയാണ് ഇവൻ. അങ്ങനത്തെ മൂപ്പരാൾ കിടന്ന് വെള്ളത്തിൽ കിടന്ന് ചാടി മറയാണ്. അടിപൊളി ഒരു കാഴ്ച ഉണ്ടാ. മീനിങ്ങനെ വലക്കാത്തറ നിങ്ങൾ കിടന്ന് ചാടുമ്പോൾ എല്ലാവർക്കും കൂടി കണ്ട് ഒച്ചമ്പളൊക്കെ ഇട്ടാണ്ട് വല അങ്ങോട്ട് വലിച്ചാണ്ട് കയറേണ്ട ഒരു കാഴ്ച ഉണ്ടാ. പക്ഷേ ഇതിപ്പോൾ മീൻ കുറവാണ്. എന്തായാലും കുഴപ്പമില്ല. നമുക്കിന്ന് നമ്മളെ അരിക്കാശി പോരും എന്നൊക്കെ പറയൂലേ, ചിലവ് നടക്കും. പിന്നെ വള്ളത്തിൽ ഒരു ദിവസം പണിക്ക് പോകണമെങ്കിൽ തന്നെ 10-30,000 രൂപ ചിലവുണ്ട് ഡീസൽ കാശി. അപ്പോൾ ഇന്ന് നമുക്ക് കടം വരും കേട്ടോ മക്കളെ. അങ്ങനെ നമ്മളെ വലയും കാരണമൊക്കെ നീല വലയെന്ന് വെച്ചാൽ നീല വല ചുവന്ന വലയിൽ നിന്ന് നല്ല ടമ്പറായിരിക്കും. അപ്പോൾ ഇതിൻ്റെ അകത്താണ് ഏറ്റവും കൂടുതൽ മീനെ കൊണ്ടുവന്നിട്ട് നമ്മൾ ഇനി വള്ളത്തിൽ കോരാൻ പോകണ്ട. അതിൻ്റെ ടൺ കണക്കിന് മീൻ ഈ വലയെ നമുക്ക് നിർത്തി വള്ളത്തിൽ കോരാൻ പറ്റും കേട്ടോ. അപ്പോൾ ആ ഒരു കാഴ്ചയൊക്കെയാണ്. നമുക്ക് വള്ളത്തിൽ മീൻ കരുമല്ലോ, നമ്മുടെ ഡിങ്കി വെള്ളത്തിലാണ്ട മീൻ കോരണം. അപ്പോൾ കൂടുതൽ മീനൊക്കെ ഉണ്ടെങ്കിലോ ഈ ഡിങ്കി വെള്ളത്തിൽ കയറിയുള്ളതെന്ന് പറയും. ഇതിനകത്ത് മീൻ ഫുള്ള് കോരിക്കാണ്ട് മീനുണ്ടെങ്കിൽ നമ്മളെ വള്ളത്തിൽ എടുക്കുന്ന ഒരു കാഴ്ചയൊക്കെ ഉണ്ട്. പക്ഷെ അത് നിങ്ങളെ മുന്നിൽ എനിക്ക് കൊണ്ടുവരാൻ പറ്റിയിട്ടില്ല. വേറെ വീഡിയോയിലൊക്കെ ഉണ്ട്. പക്ഷെ ഈ വള്ളത്തിൽ തന്നെ നമ്മൾ വീഡിയോ എടുത്തിട്ട് 2 വള്ളത്തിലും ഫുള്ള് എടുക്കണ വീഡിയോ ഒക്കെ ആയിട്ട് വരണമായിരിക്കും കേട്ടോ. അങ്ങനെ കിട്ടിയ മീൻ നമ്മളെ വള്ളത്തിൽ കോരി എടുക്കണതാണ് ഒരു കാഴ്ച ഉണ്ടാ. മക്കളെ പോറ്റി മത്തി.
അങ്ങനെ നമ്മളെ വലയിലെ മീനെ കോരി കഴിഞ്ഞിട്ട് 3 കള്ളിയിലായി കോരി ഇട്ടിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അത്യാവശ്യം എന്ന് വെച്ചാൽ നമ്മൾ പ്രതീക്ഷ മീനൊന്നും ഇല്ല കേട്ടോ. മീനൊക്കെ ചാടിപ്പോയി തീർന്നാണ് ചേട്ടന്മാർ പറഞ്ഞത്. ചോദിച്ചപ്പോൾ വലയിലൊന്നും നല്ല വലയും കല്ലാണ്, വലയിലൊന്നും കീറ്റൊന്നും ഇല്ല. പക്ഷേ ഈവന്മാർ ഭയങ്കര ചാട്ടക്കാരാണ്. അങ്ങനത്തെ കുറച്ച് മീൻ നമ്മൾ കറക്കി എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് വള്ളത്തിലെ ചേട്ടന്മാർക്ക് കറി വെക്കാനുണ്ട്. അല്ല അമ്മ ഇനിയിപ്പോൾ ഈ പൈസ കൊടുത്ത് മീൻ മേടിക്കേണ്ടി വരും. അങ്ങനത്തെ നമ്മളെ തമ്പി ചേട്ടനാണ് സ്രാങ്ക് വള്ളത്തിലെ. പിന്നെ ആര്യക്കാരൻ സലിച്ചേട്ടനാണ് കേട്ടോ. അപ്പോൾ ആര്യക്കാരൻ്റെ പേര് പറയാൻ പറഞ്ഞു. സലിച്ചേട്ടൻ ആര്യക്കാരൻ, തമ്പിച്ചേട്ടൻ വള്ളത്തിലെ സ്രാങ്കാണ് കേട്ടോ. വള്ളത്തിൻ്റെ പേര് മറക്കണ്ട, വടക്കുന്നാഥൻ. അങ്ങനത്തെ നമ്മൾ വള്ളമായിട്ട് ഹാർബറിലേക്ക് പോകണ്ട. അങ്ങനെ വള്ളത്തിലെ ചേട്ടൻ ചായയൊക്കെ തിളപ്പിച്ച് വെച്ചിരുന്നു. എന്താ പറഞ്ഞ വള്ളത്തിലൊരു കുക്ക് ഉണ്ടാവും. ആൾ ചോറ് വെക്കാനും ചായ വെക്കാനൊക്കെ അവരെ മെയിൻ പണി കേട്ടോ. അങ്ങനെ ഇതൊക്കെ നമ്മളെ വള്ളത്തിലെ കടലിൻ്റെ മക്കളെ അടിപൊളി കാഴ്ച, വള്ളത്തിലെ കറി വെപ്പും. അപ്പോൾ ഈ വീഡിയോ എനിക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. പിന്നെ ആദ്യമായിട്ടാണ് കൂട്ടന്മാരുണ്ടെങ്കിൽ ഫിഷിംഗ് ഒക്കെ ഇഷ്ടമാണെങ്കിൽ ഈ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ. അപ്പോൾ അടുത്ത പ്രാവശ്യം നല്ലൊരു അടിപൊളി വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. ഓക്കേ.